ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതെയാണ് നിങ്ങൾ SIP ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വലിയ ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. നമസ്കാരം, ഞാൻ മിനി. നിങ്ങളുടെ ലൈഫിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മുൻപ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എമർജൻസി ഫണ്ടും ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കി അറിയാം, SIP ഇൻവെസ്റ്റ്മെന്റിന്റെ എണ്ണം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? എന്നാൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ വേറൊരു ഡാറ്റ പറയുന്നത് ഇന്ത്യയിലെ ആളുകളുടെ SIP ഹോൾഡിംഗ് പീരീഡ് വെറും 2 മുതൽ 3 വർഷം വരെ ഉള്ളൂ എന്നാണ്. ഇതിൽ മിക്കവരും SIP ക്ലോസ് ചെയ്യുന്ന ഒരു അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുമ്പോഴോ ആണ്. അങ്ങനെ SIP ഷോർട്ട് ടൈമിൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലംസ്? ഒന്ന്, SIPയുടെ കോമ്പൗണ്ടിങ് ഗ്രോത്ത് കിട്ടില്ല. ഇനി SIP വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിക്സഡ് മന്ത്ലി എക്സ്പെൻസിന്റെ അറ്റ്ലീസ്റ്റ് 6 ടൈംസ് എങ്കിലും എമർജൻസി ഫണ്ട് ആയിട്ട് നിങ്ങൾ വേറൊരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ FD ആയിട്ടോ ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ കീപ്പ് ചെയ്യുക. ഇത് ഭാവിയിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് ഫൈനാൻഷ്യൽ എമർജൻസി വരികയോ ചെയ്താൽ ഉപയോഗിക്കാനുള്ളതാണ്. സോ വേറെ ഒന്നിനും ഈ ഫണ്ട് ഉപയോഗിക്കാതിരിക്കുക. ഇത് ഒന്നിച്ച് മാറ്റിവെക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സോ നിങ്ങളുടെ മന്ത്ലി സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് എല്ലാ മാസവും ഗ്രാജുവലി മാറ്റി വെച്ച് ഇത് ബിൽഡ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരു മെഡിക്കൽ എമർജൻസി എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോഴത്തെ മെഡിക്കൽ കോസ്റ്റ് വെച്ച് നോക്കിയാൽ ഒരൊറ്റ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് നിങ്ങൾ ഇത്ര നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റ്സ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെലവാക്കേണ്ടി വരും. സോ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്. പിന്നെ SIP ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ.